തന്നെ ഉണ്ടാവും. ആ എന്താച്ചാ ചോദിക്കാം. എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനുമാണ്. ഏത് കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. തുറന്നു പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് സുഖാണ്. ഞങ്ങൾക്ക് സുഖ. സാറേ, ആത്മാർത്ഥമായിട്ടാണോ സാർ ചോദിക്കുന്നത്? അതെ തന്നെ. ഇങ്ങോട്ട് ആരാ വിളിച്ചത്? ക്ഷണം കിട്ടി വരാൻ ഇത് നമ്പ്യാരുടെ അടുക്കളക്കാരി ഒന്നും അല്ലല്ലോ. ഇവരെന്റെ പണിയാ. ഇവർക്കെല്ലാം താമസിക്കാൻ കുടിയും പണിയും കൂലിയും കൊടുക്കുന്ന ഞാനാ. എന്താ ബാക്കിയോടെ പറയാത്തത്? പാണിച്ചിപ്പെണ്ണുങ്ങൾക്ക് തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന കാര്യം കൂടെ പറയണം നമ്പ്യാരെ. ഒരു ദൈവപുത്രൻ ഇറങ്ങിയിരിക്കുന്നു. സാറിന് സത്യമാണ് അറിയേണ്ടതെങ്കിൽ ഈ കള്ളവിവരങ്ങളെ മാറ്റി നിർത്തി ചോദിക്കണം. ജന്മിമാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്നാ സാറേ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്. എന്റെ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കാനാണ് ശ്രമം. ഞാൻ അന്വേഷണത്തിന് വന്നവനാ. കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് അപമാനകരമാവുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോ എനിക്കെതിരായി നിൽക്കാൻ തന്നെയാണ് ഭാവം അല്ലേ? കഴിയുമ്പോൾ നോക്കാം. എവിടെ എത്തും നമുക്കൊന്ന് കാണാം. വരിക. എന്നെ ധിക്കരിക്കുന്നോടാ. ഇതിന് ഞങ്ങൾ അനുഭവിക്കും. ഇവിടെ നടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇനിയുള്ള ജോലിയിൽ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. രക്ഷകരായി വന്നവരൊക്കെ ഇവരെ ശിക്ഷിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ കൂട്ടിനുണ്ടെങ്കിൽ ചില നന്മകളെങ്കിലും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സ്വാമി, എന്നെ ബോധ്യപ്പെടുത്താൻ നമ്പ്യാരെ വേഷം കെട്ടിച്ചെഴുന്നേൽച്ച ആ പയ്യനല്ലേ ഇത്? അതെ. കഷ്ടം. കളിച്ചു ചിരിച്ചു നടക്കേണ്ട പ്രായമാണ്. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് പുണ്യമായിരിക്കും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല സാറേ. അവരെ നന്നാക്കിയാൽ നന്നാവില്ല. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അന്വേഷണം കഴിഞ്ഞ് പോയാലും ഇവിടെ സ്ഥിരമായ പോസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സീരിയസ് ആയിട്ടാണ് പറയുന്നത്? അതെ. എങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ അത് വേണ്ടി വരില്ല. അന്വേഷണ റിപ്പോർട്ടിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡിസ്മിസൽ ഓർഡർ വന്നേക്കും. പഠിക്കാൻ അയച്ചാല് പട്ടാളത്തിൽ കൊണ്ടു. ഞാട് ചെക്കൻ കാല് മേച്ച് നടന്നാലും പട്ടാളത്തിൽ പോയി ചാണ്ട. ഇതൊക്കെ ആരാ നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത്? തമ്പ്രാനോണ പറയൂല. കുട്ടികൾ പഠിക്കാൻ പോയാ അയക്ക് കന്നിനെ മേയ്ക്കാൻ ആളെ കിട്ടില്ല. അതുകൊണ്ടായാലും ഈ നുണയൊക്കെ പറയുന്നത്. നിങ്ങളെന്താ എന്നും കണ്ണു വെച്ച് നടന്നാൽ മതിയോ? കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്താലേ അടിമപ്പണിയിൽ നിന്ന് നിങ്ങൾക്ക് ശാശ്വതമായ മുതൽ ലഭിക്കൂ. എന്നും അടിമകളായി കഴിയാനാണ് നിങ്ങളുടെ താല്പര്യം? നാളെ മുതൽ കാലികളെ മേയ്ക്കാനും തോട്ടപ്പണിക്കും കുട്ടികളെ അയക്കരുത്. അവരെ സ്കൂളിൽ വിടണം. വരും. എന്താടാ? ഞാൻ തമ്പ്രാനെ കാണാൻ വന്നതാ. കുടിയിലില്ല. എന്താ ഇത്ര അർജന്റ്? ഞാൻ ഇനി പൈക്കിള മേയ്ക്കാൻ വരൂല. പഠിക്കാൻ പോവാ. ഒന്ന് പോടാ. നീ ഇനി പഠിച്ചു വല്ലേ കളക്ടർ ആവാൻ പോവല്ലേ? അതുപോട്ടെ. നിന്നോട് ആരോ ഈ മണ്ടത്തരം പറഞ്ഞു സ്കൂൾ പോയെ? ഇന്നലെ വന്ന ഓഫീസില് കൂടെ മാസ്റ്റർ ഉണ്ടായിന്. അയ്യോ, പെട്ടത് തന്നെ. എടാ, അയാള് പട്ടാളത്തിലേക്ക് ആളെടുക്കാൻ വന്നതാണ്. സ്കൂളിൽ പഠിക്കാൻ ചെന്നാലേ അവിടെ ഇട്ട് പൂട്ടിയിടൂ. എന്നിട്ട് ലോറി കയറ്റി നേരെ ലഡാക്കിലേക്ക് കൊണ്ടുപോകും. നേരെ തമ്പ്രാ? എന്റെ പൊന്നു മോനെ, പിന്നെ എങ്ങനെയാണാ നീ അപ്പനും അമ്മനും ഒക്കെ ചെന്ന് കാണുക? മോനെ കുടുങ്ങി, അതാ വരുന്ന. ഞാനെ രക്ഷിക്ക് തമ്പ്രാ. ചെറിക്കാതെ അവിടെ എവിടെയും പോയി ഒളിച്ചോ, അല്ലെങ്കിൽ നിന്റെ മരണ പോടാ. പോച്ചോ പോ. ആദിവാസികളെ സായിപ്പുമാരാക്കുന്ന ദരിദ്രവാസികൾ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. വന്നട്ടെ സർവ്വ വന്നട്ടെ. ഇവിടെ ഇരുന്നാട്ടെ. ഞാൻ മിസ്റ്റർ തവനൂർ, ട്രൈബൽ പ്രോജക്ട് ഓഫീസർ. അറിയാം. മിസ്റ്റർ നമ്പ്യാർ ഇവിടെ ഇല്ലേ? ഇല്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനാ വന്നത്. നിങ്ങളോട് പറഞ്ഞാലും മതി.